വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് അനുമതി തേടിയുള്ള അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ സർക്കാർ ഇന്ന് പരിശോധിക്കും. കമ്പനിയുടെ ഓഹരിയുടെ 49% MSCക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് അപേക്ഷയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നൊരു അപേക്ഷ ലഭ്യമായിട്ടില്ല. അതിന് പിന്നാലെയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും സർക്കാർ ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ പരിശോധനയിലേക്ക് കടക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം സാങ്കേതികമായും നിയമപരമായും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരില്ലേ? മോർണിംഗ് അമ്പിളി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ 1000ാമത്തെ കപ്പൽ എത്തിയത്. നമ്മൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് വലിയ ആഘോഷമാക്കിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിഴിഞ്ഞത്ത് പുതിയ കരാറുകൾ അങ്ങനെ ആ നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. വിദേശ നിക്ഷേപം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സായി തന്നെ ഇവിടെ കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് വിഴിഞ്ഞം പോർട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെയാണ് പുരോഗമിക്കുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരികയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ഒരു അപേക്ഷ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ സഭയിലും വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു കത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ സർക്കാരിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ വിദേശ നിക്ഷേപം ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാക്കാൽ ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നതായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. എന്നാൽ നിയമസഭയിൽ രേഖാമൂലം മുഖ്യമന്ത്രി അക്കാര്യങ്ങളൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദാനി ഗ്രൂപ്പ് ഇങ്ങനെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി MSCക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ ഒരു കുത്തകയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രം അത്തരത്തിൽ പ്രമുഖ ഒരു സംവിധാനത്തിൻ്റെ സിംഹഭാഗം കരാറുകൾ നൽകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു കുത്തകവൽക്കരണം കൂടിയുണ്ട്. അതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അപേക്ഷ അതുമായി ബന്ധപ്പെട്ട പരിശോധന സംസ്ഥാന സർക്കാർ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി അക്കാര്യം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചതോടുകൂടിയാണ് വളരെ വേഗം തന്നെ ഈ ഒരു നടപടിയിലേക്ക് കടക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച സമയത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അവരിങ്ങനെ ഒരു അപേക്ഷയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യം സഭയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസും വിസിലിനുമാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ MSC ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും അതിനായി സർക്കാർ അനുമതി വേണമെന്നുമാണ് ഈ അപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ ലഭിച്ച ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ അനുമതി കൂടി ഇതുമായി ബന്ധപ്പെട്ട് നേടേണ്ടതുണ്ട്. അദാനി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ആ കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കുത്തകവൽക്കരണത്തിന് അവിടെ സാധ്യതയുണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു. ആ കാര്യം ഇന്നലെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ അക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെയായിരിക്കും കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ പോവുക. 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടാകുന്നത്. ഒരു വലിയ സംഖ്യ തന്നെയാണ്. എന്തായാലും അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ കപ്പലുകൾ അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇവർ നൽകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങൾക്കായി ഇവർ നൽകുന്നത് എന്നുള്ളതാണ്, മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ് ഈ അപേക്ഷയിൽ ഉൾപ്പെടെ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും MSCക്ക് 49% ഈ ഒരു ഓഹരി നൽകുന്ന കാര്യത്തിൽ ഇന്ന് മുതലായിരിക്കും പരിശോധന നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇത് വിശദമായി തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അമ്പിളി.
എബി സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം ഇന്നലെ ഈ കാര്യത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കാരണം സർക്കാരിന്റെ ഭാഗത്തേക്ക് അനുമതിയുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ എത്തിയിരുന്നില്ല. അതിന് അദാനി പോർട്സ് നൽകിയ വിശദീകരണം സെബിയുടെ അനുമതി കിട്ടിയ ശേഷം മാത്രമേ ഓരോ ഘട്ടങ്ങളിലായി ഇതിന്റെ ക്ലിയറൻസ് റെഡിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് സർക്കാരിലേക്ക് എത്തിയത്. സർക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനകളൊക്കെ വളരെ വിശദമായ ഒരു പരിശോധനയിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇന്നലെ ഈ അദാനി പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായി വിഴിഞ്ഞം പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അന്നത്തെ LDF സർക്കാരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ്, അതായത് തോമസ് ഐസക് അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം, പാർട്ടി പത്രത്തിൽ വന്നതടക്കമുള്ള വിശദീകരണമൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ സർക്കാർ ഈ വിശദ പരിശോധനയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും? ഈ 13,000 കോടി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ 49% ആ ഒരു ഓഹരി അവർക്ക് ഒരു കമ്പനിക്ക് മാത്രമായി നൽകുന്നു. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഒരു കുത്തകവൽക്കരണമുണ്ട്. അതുതന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം, ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു സംവിധാനത്തെ മൊത്തം ആകമാനം പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു നിലയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും ഇതിനകത്തൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ 13,000 കോടിയുടെ കരാറിലേക്ക് വിഴിഞ്ഞെത്തുന്നു എന്നുള്ള ഒരു കാര്യവും ഒപ്പം തന്നെ 49% ഓഹരി ഒരു പ്രധാനപ്പെട്ട കമ്പനിക്ക് നൽകുന്നു എന്നുള്ള കാര്യവും വളരെ ആഘോഷത്തോടു കൂടി പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി ഇന്നലെ അവരുടെ പത്രത്തിൽ എഴുതിയിരുന്നു. ആ ഒരു ലേഖനം തന്നെ കൊടുത്തിരുന്നു. പക്ഷേ അതിനെ അപ്പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ നിയമസഭയിലും എടുത്തത് എന്നുള്ളതാണ്. അതിനുശേഷം ഓൺലൈനിൽ നിന്ന് തന്നെ ആ ഒരു ലേഖനം മാറ്റുന്ന നിലയിലേക്കും ദേശാഭിമാനി എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കുത്തകവൽക്കരണം തന്നെ. അതായത് അതുതന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. തോമസ് ഐസക്കും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുക എന്നുള്ളതല്ല, വിഷയത്തിൻ്റെ അന്തസ്സത മനസ്സിലാക്കണം, ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ വലിയ ഒരു പദ്ധതിയിലേക്ക്, കരാറിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ അതിൻ്റെ മറുവശം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം തന്നെയായിരിക്കും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ അതിനെ ഈ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി ഇത്തരത്തിൽ 49% ഓഹരികളും കൈമാറുക എന്ന് പറഞ്ഞാൽ അതവിടെ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകും. ആ ഒരു വികസനം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും തന്നെ എത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏതെങ്കിലും ഒരു കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല അത്തരത്തിലുള്ള പദ്ധതികൾ പോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇപ്പോൾ ഈ അപേക്ഷ ലഭിച്ചിരിക്കുന്നു. അപേക്ഷ ഇന്നലെ രേഖാമൂലം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വാക്കാലുള്ള ചില അപേക്ഷകളൊക്കെ തന്നെയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കമ്പനിയും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അതിനിപ്പോൾ ഒരു രേഖ അല്ലെങ്കിൽ രേഖാമൂലം അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അപേക്ഷ തന്നെയായി ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് മുതൽ അതുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിക്കുകയും ചെയ്യും. പ്രതിപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അമ്പിളി, ശരി. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് അനുമതി തേടിയുള്ള അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ സർക്കാർ ഇന്നു മുതൽ പരിശോധിക്കും. കമ്പനിയുടെ ഓഹരിയുടെ 49% MSCക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അപേക്ഷയിൽ പറയുന്നത്. സെബിയുടെ അനുമതി തേടിയ ശേഷമാണ് അദാനി പോർട്സ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇനി ഇതിൽ ഒരു വിശദമായ പരിശോധന നടത്തും. അതായത് ധനവകുപ്പും നിയമവകുപ്പൊക്കെ വിശദമായി നിയമപരമായും സാങ്കേതികമായും ഒക്കെ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ക്ലിയറൻസ് നൽകുക. ഈ അപേക്ഷ പിന്നീട് കേന്ദ്ര മന്ത്രാലയത്തിലേക്കാണ് പോകുന്നത്. തന്ത്രപ്രധാന മേഖലയായതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന കേന്ദ്രത്തിനും നടത്തേണ്ടി വരും. അതായത് ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ഷിപ്പിംഗ് മന്ത്രാലയം, നിയമ മന്ത്രാലയം ഒക്കെ പരിശോധിച്ച ശേഷം എല്ലാ വിധത്തിലുള്ള സുരക്ഷാ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അദാനി പോർട്സിന് വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. ഇതിന്റെ വിശദ വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.